ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം മുതലുള്ള വചനമാണ് ഇന്നേ ദിവസം നമ്മൾ കാണുക. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും നമ്മെ വേർപെട്ടു പോയാലോ, അതല്ലെങ്കിൽ മറ്റ് പലവിധത്തിലുള്ള സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നാം വിചാരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവം അവർക്ക് നൽകുന്ന ശിക്ഷയായിട്ടാണ് കണക്കാക്കുക. എന്നാൽ ഇന്നത്തെ വചനം അത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ: ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാലത്തെ ശിക്ഷയ്ക്ക് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതത്തിലെ ദുഃഖങ്ങളും സഹനങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവം നമ്മെ ശിക്ഷിക്കുന്നതാണ് എന്ന് കരുതി വിഷമിച്ച് ദൈവത്തെ കൈവിടാതെ ആ പ്രതിസന്ധിയിലും ദൈവത്തിനോടൊപ്പം നിന്ന് ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. കാരണം മറ്റൊന്നുമല്ല, ദൈവം നമ്മെ സ്വീകരിച്ചു എന്നതിന് ഒരു ഉദാഹരണമാണ് നമ്മുടെ ജീവിതത്തിലെ ഒത്തിരിയേറെ സങ്കടങ്ങളും ദുഃഖങ്ങളും കടന്നു വരിക. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഒട്ടും വിഷമിക്കാതെ എല്ലാ പ്രതിസന്ധികളിലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന വിശ്വാസത്തിൽ ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് സന്തോഷത്തോടു കൂടെ അവ നേരിടുവാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.